കുട്ടിക്കാലം മുതൽക്കേ ഞാൻ പറയുന്നൊരു പരാതിയാണ്. ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു പരാതിയാണ്. എനിക്ക് ആരുമില്ല. എനിക്ക് ഒരു ഫ്രണ്ടില്ല. എനിക്ക് സംസാരിക്കാൻ ഒരാളില്ല. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഇമോഷണലി ബ്രേക്ക് ആകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് കരയുന്ന കാര്യങ്ങളാണ്. എനിക്കാരും ഉണ്ടായിരുന്നില്ല പണ്ടേ. എനിക്കാരും സംസാരിക്കാനുണ്ടായിരുന്നില്ല. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ ആയിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആരുമായിട്ട് അധികം കണക്ട് ആവില്ല. അവർക്ക് ആരുമായിട്ടൊക്കെ കണക്ഷൻ കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ടാവുള്ളൂ. ഇനി ഇൻ കേസ് ആരെങ്കിലും കൂടുതൽ അവരുടെ അറ്റാച്ച്ഡ് ആവുകയാണെങ്കിൽ അവർ പെട്ടെന്ന് വെളിയും ചെയ്യും അവിടെ നിന്ന്. അതൊരു ക്യാരക്ടറിലായിരിക്കാം. ഞാൻ അങ്ങനെയാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാതെ എങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ അങ്ങനെയാണ്. ആരും പെട്ടെന്ന് ആയിട്ട് കണക്ട് ആവില്ല. അപ്പം എൻ്റെ പ്രോബ്ലമാണ്, എന്നിലെ പ്രശ്നമാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ അത് പറ്റില്ല. അതുപോലെ അവർക്കും നമ്മളെ പിടിയിട്ടില്ല, നമ്മളെന്താണ് ഏതെന്ന് പിടിയില്ല. അവരും നമ്മൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും കൂടുതൽ നമ്മുടെ കണക്ട് ആവില്ല. ഇനിയിപ്പം എന്തെങ്കിലും റീസണിൻ്റെ പേരിൽ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മളെ എന്തിനെങ്കിലും വരെയാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അവരുടെ എന്തെങ്കിലും പേഴ്സണൽ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ കണക്ട് ആവുക. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒറ്റപ്പെടുക അല്ലെങ്കിൽ അലോൺനെസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പ്രയാസപ്പെട്ട ആ സമയത്ത് ഇങ്ങനെ അച്ഛനോടും അമ്മയോടും അങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല. സ്വന്തമായി തന്നെ എന്നോട് തന്നെ പറയും, ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ഞാൻ ഇപ്പോഴും ഞാൻ അതൊക്കെ തന്നെ ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു കാര്യം വെച്ചാൽ എൻ്റെ ലൈഫ് പാർട്ട്ണറാണ്. എനിക്ക് എല്ലാ കാര്യവും തുറന്നു പറയാനുള്ള ഒരു ഞാൻ ഈ ലൈഫിൽ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് അറ്റാച്ച്ഡ് ആയിട്ടായിരുന്നു വിട്ടുപോകാത്ത ഒരേ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ വ്യക്തിയാണ്. കാരണം എനിക്ക് തന്നെ അറിയുന്നുണ്ട്, ഞാൻ ആരുടെ അടുത്ത് അധികം ജം ആവില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ഞാൻ പെട്ടെന്ന് വലിയും. എനിക്കൊരാൾ കൂടുതലായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ആരെങ്കിലും എൻ്റെ അടുത്ത് അറ്റാച്ച്ഡ് ആവുന്നുണ്ട് തോന്നും, ഞാൻ കുറച്ച് വലിയും. കാരണം എനിക്കതെന്തോ അൺകംഫർട്ടബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും സെൽഫിഷ് ആയിട്ടുള്ള കാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു ഡൗട്ടും കൊണ്ടാണോ ഇപ്പോഴങ്ങനെ ആവണതെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തം ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന തനിച്ചുള്ള ജീവിതത്തെ, നമ്മുടെ ഈ ഏകാന്തമായിട്ടുള്ള ജീവിതം, അലോൺനെസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ നമ്മൾ എല്ലാവരും പറയും, പലരും ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നേടണം. അത് ഒരിക്കലും അവർക്ക് അതൊരു നല്ല കാര്യമല്ല ഒരു മനുഷ്യനെ. എന്നാലും നമ്മൾ ഈ പറയുന്ന പലപ്പോഴും പല സിറ്റുവേഷൻസിലും നമ്മുടെ ലൈഫിൽ ഓരോ വ്യക്തികളും ഈ ഒരു സിറ്റുവേഷൻസിൽ കടന്നു പോയിട്ടുണ്ടാകും. ഒറ്റപ്പെട്ടിട്ട് നമുക്ക് ഒരു കാര്യം പറയാനോ അല്ല ഒരു കാര്യം നമുക്കൊന്നും ഷെയർ ചെയ്യാനൊന്നും പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ തനിച്ചാന്ന് തോന്നുന്ന ഒരുപാട് സിറ്റുവേഷൻസ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആ ലൈഫിനെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് സ്വീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് ലോങ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്ന് അതിനെ ഞാൻ എൻജോയ് ചെയ്ത് എൻ്റെ ലൈഫിലേക്ക് സ്വീകരിച്ച് തുടങ്ങിയോ അപ്പോൾ തൊട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൻ്റെ ആ ഒരു ചേഞ്ച് കണ്ടത്, അല്ലെങ്കിൽ ആ ഒരു എൻ്റെ ലൈഫിൻ്റെ ഉള്ളിൽ ഞാൻ ഹാപ്പിനെസ് കണ്ടു തുടങ്ങിയത്. അപ്പം ഞാൻ അതാണ് നമ്മളിപ്പം ഈ അലോൺനെസ് എന്ന് പറയുന്നത് എല്ലാവരും അതിനെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ അത് വലിയ പ്രശ്നമാണെന്നുള്ള രീതിയിൽ കൊണ്ടുപോകാതെ അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ തനിച്ചാണ് തോന്നുമ്പോൾ നമ്മളിൽ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അത് ലൈഫിൽ ഒരു ഭാഗമായിട്ട് പോകും. അതൊരു ലൈഫിലൊരു പ്രോബ്ലം ആവില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും നമ്മളെപ്പോഴും എല്ലാവരോടും പറയുമോ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങനെ പുറകിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ മൈൻഡ് സെറ്റിന് നമുക്ക് തന്നെ മാറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ ഞാനിതിൽ പറയാൻ പോകുന്നത്. തന്നെ ചെയ്യേണ്ടത് ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് മൈൻഡ് സെറ്റ് ആൻഡ് ടേക്ക് ആൻ ആക്ഷൻ ആണ് പറയുന്നത്. നമ്മൾ എന്താണോ നമ്മുടെ ഈ ഒരു മൈൻഡ് സെറ്റിന് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇതൊന്ന് പുറത്തേക്ക് വരാം. നമ്മളൊരു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് തന്നെ ഞാൻ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ, നമ്മളെ ലൈഫിനെ തന്നെ നമ്മളെ സെൽഫിനെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. നമ്മളെ ലൈഫിനെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും നമ്മുടെ ലൈഫിൽ. നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളെ പറ്റി അറിയാം. നമ്മളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരാളില്ല, നമുക്ക് ആരും ഇല്ലല്ലോ എന്നുള്ള ചിന്തയുടെ ആവശ്യം ഉണ്ടാവില്ല. ഞാൻ കുട്ടിക്കാലം തൊട്ടേ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുമായിരുന്നു. എന്നോട് തന്നെ നമ്മൾ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ ഒറ്റപ്പെടൽ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒറ്റയ്ക്ക് സംസാരിക്കുക എന്നുള്ളത്. അതിൽ ഞാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ എൻ്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് എൻ്റെ അടുത്ത് വേറൊരാൾ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കും. അപ്പം റിപ്ലൈ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. ഞാൻ എന്നെ തന്നെയാണ് ആ റിപ്ലൈയും വരിക. അതേപോലെ തന്നെ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രോബ്ലത്തെ നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യം കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ അയ്യോ എനിക്ക് പറയാൻ ഒരാളില്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഒരാളില്ല എന്നൊരു ചിന്തയേ ഉണ്ടാവില്ല. കാരണം എൻ്റെ ലൈഫിലൊക്കെ ഞാൻ ചെറിയ പ്രായം തൊട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ സംസാരിക്കുന്ന ഒരാളുണ്ട് നമുക്ക് ലൈഫിൽ. നമുക്ക് ചില സമയത്ത് ചില ആൾക്കാർക്ക് പെറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഈ ഫിഷ് അങ്ങനെയൊക്കെയുള്ള അതിനോടൊക്കെ കുറേ അറ്റാച്ച്ഡ് ആയിരിക്കും അവർ. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവാം, നമ്മുടെ കൂടെ ഉണ്ടാവാതാവാം അല്ലേ. അപ്പോൾ നമ്മൾ ആകെ പെട്ടെന്ന് തളർന്നു പോകും. അപ്പോൾ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്നെയായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഞാൻ അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു.
അമ്പിളി മാമൻ നമ്മൾ പറയുന്ന ചന്ദ്രൻ എന്ന് പറയുന്ന മൂണുമായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഞാൻ മൂണിൻ്റെ അടുത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. രാത്രിയൊക്കെ എപ്പോഴും പുറത്ത് നൈൽ അല്ലെങ്കിൽ വരാന്തയിൽ ഇരുന്ന് ആകാശത്ത് നോക്കിയിരിക്കുമ്പോൾ എനിക്കറിയില്ല എൻ്റെ അമ്മ ഓർക്കുന്നുണ്ടോ, എന്നിട്ട് വന്ന് ചോദിക്കുന്നത് നീ എന്തിനീ ആകാശത്ത് നോക്കിയിരിക്കുന്നത് എന്നുള്ളത്. പലപ്പോഴും പല നക്ഷത്രങ്ങൾ അതൊക്കെ പോകുന്ന കണ്ടിട്ട് ഞാൻ ഓടി വന്നിട്ട് അയ്യോ അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പറയുമ്പോൾ വഴക്ക് പറയും, പണ്ടുള്ള ആൾക്കാർ പറയും നല്ല നക്ഷത്രമൊന്നും കാണരുത്, വളരെ മോശമാണെന്നുള്ള കാര്യം. അപ്പോൾ വഴക്കാൻ പറഞ്ഞ് എന്തിനായിരുന്നു ഈ അട്ടം നോക്കി കുത്തിയിരിക്കണമെന്ന് പറഞ്ഞ് വഴക്ക് പറയും. പക്ഷേ ഞാൻ സംസാരിക്കായിരിക്കും ആളുമായിട്ട്. എനിക്ക് മൂണുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടേതാണെന്ന് തോന്നുന്ന ഒരു കാര്യത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പക്ഷേ ഇത് ചിലപ്പോൾ ഒരു വട്ട് എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർക്ക് തോന്നാം. പക്ഷെ നമ്മളിത് ആരോടും പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ഉള്ളിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ മനസ്സിനെ ഒഴിച്ചു വെക്കാൻ ഒരാളില്ല. നമുക്കൊരാളുമായിട്ട് കണക്ട് ആവാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ നിങ്ങൾ തന്നെ ശരിക്കും ആലോചിക്കുക. നിങ്ങൾ എത്ര ജമ്മാണ് ഒരാളോട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ എല്ലാ കാര്യവും നിങ്ങൾ ആ വ്യക്തിയോട് ഷെയർ ചെയ്യുമോ? എനിക്കറിയില്ല കേട്ടോ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അത്രയും ഡീപ്പായിട്ടുള്ള ചില കാര്യങ്ങളൊന്നും നമ്മൾ ആരും ഷെയർ ചെയ്യില്ല. നമ്മളോട് തന്നെ സംസാരിക്കുക. അത് നമ്മളോട് തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വേണ്ടി തന്നെ ലെറ്റർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എനിക്ക് വേണ്ടി തന്നെ ലെറ്റർ എഴുതാറുണ്ട് കേട്ടോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ മൈൻഡിനെ വളരെയായിട്ട് മാറ്റും കേട്ടോ. നമ്മളോട് തന്നെ നമുക്ക് എന്തെങ്കിലും പറയാനുള്ള കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എഴുതി നമുക്ക് തന്നെ സമ്മാനം നൽകാം. അപ്പോൾ അതൊക്കെ നമ്മളെ ഈ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്ന കാര്യത്തിന് നമ്മളെ ലൈഫിലേക്ക് വരില്ല. നമ്മുടെ മൈൻഡ് പോകുന്നത് വേറൊരു തരത്തിലൂടെയാണ്. നമ്മൾക്ക് സംസാരിക്കാൻ ഒരു വ്യക്തി ഉണ്ട് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന ഒരു കാര്യം തരുമോ, ഇപ്പം പലപ്പോഴും ഭയങ്കര ഓക്വേർഡായിട്ടൊക്കെ നമ്മൾ ഫീൽ ചെയ്യും. ഞാനൊക്കെ ചെറുതിൽ ഇപ്പം എനിക്കറിയില്ല. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ചില ആൾക്കാർ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടൊന്നും ഡ്രസ്സ് ചെയ്തിട്ടും അങ്ങനെ കോൺഫിഡൻസ് ആയിട്ടൊന്നും ചിലപ്പോൾ പോവില്ല, ആരുമായിട്ട് അത്ര കണക്റ്റഡ് അല്ലാത്ത ആൾക്കാർ. പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഭയങ്കര ഡ്രസ്സ് ചെയ്ത് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് ഭയങ്കര കോൺഫിഡൻസോടുകൂടെ എല്ലാ കാര്യങ്ങളും തനിച്ച് പോയി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കുക. അതും കൂടി നമ്മുടെ ലൈഫിലേക്ക് അതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. എൻ്റെ കുട്ടിക്കാലത്തൊന്നും എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾക്കിപ്പം ഫ്രണ്ട്സൊന്നുമില്ല, അങ്ങനെ കണക്റ്റായിട്ട് അങ്ങനെ ഫ്രണ്ട്സൊന്നുമില്ല, ഞാൻ തനിച്ചാണ്. ഒത്തിരി കുട്ടികൾക്ക് കേൾക്കുന്ന ചിലപ്പോൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, അപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ വീട്ടമ്മമാരായിരിക്കുന്നവർ, വീടിൻ്റെ അകത്ത് അവർ മാത്രമായിട്ടുള്ള ഒരു ലൈഫായിരിക്കാം. അങ്ങനെ ഇരിക്കുന്നവർ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിന് നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മുടെ ലൈഫിന് നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ പുറത്ത് പോവുക എന്നുള്ളത് ഇപ്പോൾ ഫ്രണ്ട്സായിട്ടും അല്ലെങ്കിൽ റിലേറ്റീവ്സായിട്ടും ഫാമിലിയായിട്ടും മാത്രം പോയിട്ട് ചില്ല് ചെയ്യണമെന്നൊന്നും എവിടെയും ഒരു നിയമമില്ല. നിങ്ങൾക്ക് പുറത്ത് പോകാം. അതുപോലെ ഫുഡ്സ് തന്നെ വാങ്ങി കഴിക്കാം. ചിലപ്പം ഈ തന്നെ വാങ്ങി കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ പോയി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയിട്ട് നമ്മൾ ഐസ്ക്രീം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തനിച്ച് വാങ്ങി കഴിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ആരും ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആരും ഇല്ലെങ്കിലും നമ്മൾക്ക് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാര്യം മസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നമുക്ക് അതിൻ്റെതായ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഒന്നിനും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ അതിനെപ്പറ്റി ഓർത്ത് ഒരു ടെൻഷനും ഉണ്ടാവില്ല. അപ്പോൾ പുറത്ത് പോയിട്ട് നമുക്ക് ഇതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ പേ ചെയ്യണം, നമ്മൾ തന്നെ ഇരുന്ന് തനിച്ചിരുന്ന് കഴിക്കണം അല്ലേ. നമ്മളൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. ഇതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ആദ്യം ഫീൽ ചെയ്യും, പിന്നെ നമുക്കത് ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടായി തോന്നില്ല. അതുപോലെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക. അത് നമ്മൾ എൻജോയ് ചെയ്ത് തുടങ്ങുമ്പോഴുണ്ടല്ലോ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. ഇപ്പോൾ കറൻ്റ് എനിക്ക് മോള് വന്നതിന് ശേഷം ഞാൻ മോളെ കൊണ്ടാണ് പോവുക. അപ്പം അവൾക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുക, അവിടെയും എല്ലാ ആക്ഷൻസും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. മോള് കുട്ടിയാണ് പക്ഷെ കൂടെ ഉണ്ടെന്നുള്ളൂ. പക്ഷെ അതിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൾക്ക് വേണ്ടി മേടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഡ്രസ്സ് എടുക്കാനാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും അവളെയും കൂടി ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ സെൽഫിനെ തന്നെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലത്തുള്ള കാര്യങ്ങളിലേക്കെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള രീതിയിൽ മാറി നിൽക്കാതെ എല്ലാം തന്നെ പോയിട്ട് ഞാൻ ഒറ്റയ്ക്കാണെന്താ എനിക്ക് ചെയ്യാമല്ലോ എന്നുള്ള മൈൻഡിൽ നമ്മൾ പോയി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴല്ലേ ഇങ്ങനൊരു തോട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന ഒരു തോട്ടിൽ തന്നെ ഒഴിഞ്ഞു പോയി തുടങ്ങും കേട്ടോ. നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് സന്തോഷം കണ്ടെത്തണമെങ്കിൽ നമ്മൾ തന്നെയാണ് പ്രയത്നിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സ്കിൽ ഉള്ളിലുണ്ടാവും. ഒരു പക്ഷേ നമ്മളാരും അത് പുറത്ത് കാണിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഷൈയിങ് ആയിരിക്കാം. ചിലപ്പോൾ ഇതേപോലത്തെ ഇൻട്രോവേർട്ടഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പുറത്തേക്ക് കാണിക്കാനൊക്കെ താല്പര്യം, ചിലപ്പോൾ നന്നായിട്ട് പാടുമായിരിക്കും, ചിലപ്പോൾ നന്നായിട്ട് വരയ്ക്കുമായിരിക്കും, ഡാൻസ് ചെയ്യുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് അതിനോടൊന്നും താല്പര്യം ഇല്ല, നമുക്കിതൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്കൊരു കാര്യത്തിനോട് താല്പര്യമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ചെയ്ത് തീർത്തൊരു കാര്യം കേട്ടോ. എനിക്ക് ജ്വല്ലറി മേക്കിംഗ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ ചേർന്നു. അതിപ്പോൾ ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആയി. കാരണം അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. 2 പെൺകുട്ടികളല്ലേ ഇതൊക്കെ ചെയ്തത്. പക്ഷേ അത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കത് ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ഉണ്ട്, പക്ഷേ എൻ്റെ മുമ്പിൽ ടൈമില്ല. പിന്നെ അതുപോലെ ഞാൻ ഹെൽത്ത് വൈസ് എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. ഡെലിവറിക്ക് കഴിഞ്ഞതിൻ്റെ പേരിലായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്തു. കാരണം നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഹോബീസ് നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ലൈഫ് ഒരിക്കലും വെറുതെ ചുമ്മാ നമ്മൾ പഴക്കി കളയാൻ തോന്നാതെ നമ്മൾ എന്തെങ്കിലും ലൈഫിൽ ഹോബീസ് ചൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എനിക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചിത്രം വരച്ചുകൊണ്ടേ ഇരിക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ ഇപ്പം യൂട്യൂബിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ആണ് ഡ്രോയിങ്ങിനെങ്കിൽ നമ്മൾ ആ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ ഇൻസ്പയർ ആവും. നമ്മളതിങ്ങനെ ഒരു ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ പാട്ട് കേൾക്കുകയാണെങ്കിൽ കൂടെ പാടാനും
ഡാൻസ് ആണെങ്കിൽ ഡാൻസ് ചെയ്യാനും ഇങ്ങനെയൊക്കെ ശ്രമിക്കുക. നമുക്കൊരു ഹോബി ഇങ്ങനെ കണ്ടെത്തിയിട്ട് നമ്മൾ സെൽഫിൽ തന്നെ അതിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊരു ഹോബി അത് ഒരു ഹോബി തന്നെ ഒതുക്കരുത് കേട്ടോ. നമ്മൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ജ്വല്ലറി മേക്കിംഗ് ഞാൻ ആഗ്രഹിച്ചു എനിക്ക് ചെയ്യണം എന്നുള്ളത്, അതിപ്പം കംപ്ലീറ്റ് ആക്കി. അപ്പം ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള അടുത്ത പോയിന്റ് എന്താണെന്ന് അറിയോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ പ്രോമിസ് ചെയ്തിട്ടില്ല, നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. നമ്മൾ ഈ അലോൺനെസ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒറ്റയ്ക്കാണ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടല്ലേ നമ്മൾ മറ്റുള്ളവരായിട്ട് ഇടപെടുന്ന സമയത്ത് അവർ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ അവർ ഒട്ടും വില വെക്കുന്നുണ്ടാവില്ല. ഈ സമയത്തൊക്കെ നമ്മൾ മനസ്സ് വല്ലാതെ ഇടിയുന്നുണ്ടാവും. നമ്മൾ ഭയങ്കരമായിട്ട് അയ്യോ എനിക്കൊരു വില തരുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഒരു മനസ്സൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെ നമുക്കൊരു ഡീൽ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ചെയ്ത ഈ പ്രോമിസുകൾ നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യുക, നമ്മൾ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ പിന്നെയും നമ്മുടെ ഉള്ളിൽ നമ്മളോട് കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഓവർ കോൺഫിഡൻസ് ഇല്ലാതെ ഒരവസ്ഥയായിരിക്കും. അപ്പം എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ കൂടെ നമ്മൾ ശ്രമിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ കോൺഫിഡൻ്റ് ആവുള്ളൂ, നമ്മുടെ ലൈഫിലേക്ക് ആ ഒരു കോൺഫിഡൻസ് വരുള്ളൂ, നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ. അതും കൂടി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. നമ്മുടെ ഉള്ളിലേക്ക് കോൺഫിഡൻസ്, നമുക്ക് നമ്മളോട് തന്നെ റെസ്പെക്റ്റ്, ഇതൊക്കെ നമുക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. നമ്മൾ എന്തായിക്കോട്ടെ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മളത് ഫുൾഫിൽ ചെയ്യും കൂടെ വേണം കേട്ടോ. നമ്മളൊരു ഗോളിനെ നമ്മൾ ആഗ്രഹിച്ച് നേടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും കൂടെ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഈ വക കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയും തനിച്ചായിരിക്കില്ല. നിങ്ങളുടെ കൂടെ നിങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ ജനിക്കുമ്പോഴും തനിച്ചാണ് ജനിക്കുന്നത്, അതേപോലെ മരിച്ചിട്ട് നമ്മൾ പോകുന്നതും തനിച്ചായിട്ടാണ്. ആരും നമ്മുടെ കൂടെ എവിടെയുമില്ല. നിങ്ങളെ തന്നെ കണ്ടു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എത്ര മാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കാനുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മതിയാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ മാത്രം മതി എന്നുള്ളൊരു ഫീലാവും. നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളോടുള്ള റെസ്പെക്റ്റ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് നിങ്ങളോട് പ്രൗഡ് ഫീൽ ചെയ്യും. എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളൊരു ചേഞ്ച് ആട്ടോ. ഞാൻ എന്ന വ്യക്തി ആദ്യം ഉണ്ടായിരുന്ന ജിജിന എന്ന് പറയുന്ന വ്യക്തിയേ അല്ല. ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ കൂടെ പഠിച്ചോ കുട്ടികൾ വരെ ഇത് കാണേണ്ട ഒരു മനസ്സിൽ നമ്മൾ കണ്ട ജിജിനെ അല്ലല്ലോ എന്നുള്ളത്. കാരണം അത്രയും ചേഞ്ചാണ് എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്നത്. കാരണം ഞാൻ എന്നെ കാണാൻ ശ്രമിച്ചു, ഞാൻ എന്നെ അറിയാൻ ശ്രമിച്ചു. ഇപ്പം ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ ഞാനുണ്ട്. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ആ ഒരു രീതിയിൽ ഞാൻ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഹോബീസ് ഓരോന്നായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ലൈഫിനെ വെറുതെ ഒരു ദിവസത്തെ കളയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഡ്രീമിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിലെവിടെയും ഞാൻ തനിച്ചല്ല. കാരണം എന്ത് സാധനം ഞാൻ അച്ചീവ് ചെയ്യണമെങ്കിൽ, എന്ത് സാധനം ഞാൻ നേടിയെടുക്കണമെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ ഞാനാണ് വേണ്ടത്. വേറെ എത്ര 10 കൈ ഉണ്ടെങ്കിലും ഒരു പക്ഷേ അത് ഏതെങ്കിലും നിമിഷം എത്തുമ്പോൾ വളർന്നു പോകും. ആ ഒരു പ്രോബ്ലംസ് വരും. ഞാൻ എൻ്റെ കൈ തന്നെയാണ് ഊട്ടി പിടിക്കുന്നതെങ്കിൽ എനിക്കിത് ലൈഫ് ലോങ് പോകാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും മോട്ടിവേറ്റ് ആയിട്ടാണ് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത്.